എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, രാഷ്ട്രീയയുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ പ്രാഥമിക രൂപത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടോൾ പ്ലാസ ആണ്. ഏകദേശം 38 മീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഗാൻട്രി വെച്ച് ലിഫ്റ്റ് വെച്ചതിന് ശേഷം സൈഡ് പുഷ്, നമ്മൾ നോർമൽ കേസിൽ ഇതിനടിയിൽ ബെയറിംഗ് ഉണ്ട്, ബെയറിങ്ങിൻ്റെ മുകളിൽ കൃത്യമായിട്ട് പുഷ് എടുത്ത് വെക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇവിടെ അത് സാധ്യമല്ല. ഗാൻട്രി ഗേറ്റർ വെച്ചപ്പോൾ എടുത്ത് റേസ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയും ഈ ബെയറിങ്ങിൻ്റെ മുകളിൽ ഉയർത്തി വെക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയത് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കിയത്. ഇതല്ലേ പറയാം, ഒരെണ്ണം വീണ് അത് മറ്റേ ബീമിൻ്റെ മുകളിലോട്ട് ഗാർഡറിൻ്റെ മുകളിലോട്ട് വീണു, അങ്ങനെ രണ്ടുകൂടെ കൊളാപ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാധാരണ നമ്മൾ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അവരുടെ രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗേറ്ററുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? ഇങ്ങനെയുള്ള ഗേറ്ററുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പം 1000 ദിവസമാണ് നമ്മളിതൊരു കൺസ്ട്രക്ഷൻ വേണ്ടി ഉള്ളത്. ഇവിടെ 2700ഓളം ഗാർഡേഴ്സ് സ്ഥാപിക്കേണ്ടിയിരിക്കും. അപ്പോൾ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഇവിടെ വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ഇറക്ഷനും അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിങ്ങും ഒക്കെ നൈറ്റ് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നം വെച്ചാൽ ഏകദേശം 70 യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസം ഒരു മിനിറ്റിൽ 70 വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകും. അപ്പോൾ നമുക്കത് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ട്രാഫിക് ഒരു നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങൾ രണ്ടും നടത്തിയേ പറ്റത്തുള്ളൂ. ഉണ്ട് തീർച്ചയായിട്ടും. ഇല്ല, പോലീസിന് ത്രൂ ഔട്ട് നമ്മളെ പോലീസും അതോടൊപ്പം തന്നെ മാർഷൽസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ അപകടം നടന്നപ്പോൾ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ ഓടിപ്പോയി, അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നാട്ടുകാർ പറയും. അല്ല, അത് സ്വാഭാവികമല്ലേ, ആൾക്കാർ ഭയപ്പെട്ട് പോകുന്നത്. ഇങ്ങനെ ഇത്ര വലിയ സംഭവം ഉണ്ടാകുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ട് ഭയപ്പെട്ട് മാറിക്കാണും. പക്ഷെ അവർ തിരിച്ചു വന്ന് ഇത് ഉയർത്തി ബോഡി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നോക്കാം, പരിശോധിക്കാം. ഇല്ല, ആവശ്യപ്പെട്ടു അശോക ബിൽഡേഴ്സിന് ആവശ്യപ്പെട്ടു. രാവിലെ നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഭാഗം തുറന്നുവിടാനായിട്ട് പറഞ്ഞേക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ ട്രാഫിക് കൊണ്ടുപോവുകയും മറ്റേ സൈഡ് നേരത്തെ നമ്മൾ ചേരുന്നവരെ അരുക്കുറ്റി വഴി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ രണ്ടും എക്സ്ട്രാ ജംഗ്ഷൻ തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അരുക്കുറ്റി വഴി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ലൈൻ ഇതിലേ വിടുകയും മറ്റേത് അതിലേക്ക് ഇറക്കി വിടാൻ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഗാൻട്രി ഗേറ്ററിനകത്ത് നമ്മൾ വിഷയം നോർമൽ ഹൈവേയുടെ വീതി 24.5 മീറ്ററാണ്. നമ്മൾ ഗാൻട്രി ഗേറ്റർ പ്ലേസ് ചെയ്ത് 30 മീറ്ററാണ്. പക്ഷേ ഇവിടുത്തെ വീതി 38 മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ഗാർഡർ ഉയർത്തി ഈ ബെയറിങ്ങിൻ്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സൈഡിൽ വെച്ചിട്ട് ഇത് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മുടെ ഹൈഡ്രോളിക് ജാക്കുകളത് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് പുഷ് ചെയ്തതിന് ശേഷം ആ പൊസിഷൻ വന്നതിന് ശേഷം ഇത് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്ത ഇതിൻ്റെ വെളി വെക്കണം, ബെയറിങ്ങിൻ്റെ വെളി വെക്കണം. അപ്പോൾ ആ സമയത്താണ് ഈ ജാക്ക് ഫെയിൽ ആവുകയും ഇത് സംഭവിക്കുന്നത്. ഒരെണ്ണം മറിഞ്ഞു, അത് മറ്റേതിൻ്റെ വെളി തട്ടി രണ്ടും താഴെ വീഴുകയാണ്. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ഉള്ളത് നമുക്ക് KCCയുടെ ഭാഗത്താണ്, നമ്മുടെ അവിടെ ബീച്ചിൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തു. അത് മൊത്തം എക്സ്പെൻസ് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടായിരുന്നു അവിടെ ബീം. പക്ഷേ ലിഫ്റ്റ് ചെയ്തപ്പോൾ അല്ലല്ലോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് പറഞ്ഞുകൂടെയല്ലേ, വണ്ടിയിൽ നിന്ന് വിടയല്ലോ, വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൂടെയാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു ഇത്രയും വലിയ കോംപ്ലക്സ് വർക്കാണ്. 12700 ബീമുകൾ ലിഫ്റ്റ് ചെയ്യണം, അത് പ്ലേസ് ചെയ്യണം. വലിയ കോംപ്ലക്സ് ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു നമുക്കൊരു ജാക്ക് ഹൈഡ്രോളിക് ജാക്കുകളാണ്. ഇത് എപ്പോൾ ഫെയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ഈ ഹൈഡ്രോളിക് ജാക്ക് ഫെയിലായത് സംഭവിച്ചത് തീർച്ചയായിട്ടും അത് വരാൻ പാടില്ലാതെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി. നമ്മൾ ഗതാഗത നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമുക്ക് 28ഓളം മാർഷൽസിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസിന് ടീമും ഉണ്ട്. തീർച്ചയായിട്ടും. നാഷണൽ ഹൈവേയുടെ ഇന്ന് തന്നെ പറ്റില്ല. നമ്മളിപ്പോൾ അതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പറ്റത്തുള്ളൂ.